ഓരോ യാത്രയും തുടങ്ങുന്നത് വളരെ അപ്രതീക്ഷിതമായിരിക്കും. ഈ യാത്ര അങ്ങനെയൊക്കെ തന്നെ പാതിരാത്രി തുടങ്ങിയ യാത്രയാണ്. പാതിരാത്രി ആയാലും പകലായാലും കാലടി പാലത്തിനൊരു പ്രത്യേകതയുണ്ട്, അവിടെ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെ എന്തായാലും കാലടി പാലത്തിലെ കനത്ത ബ്ലോക്കും കോഴിക്കോടുള്ള ബ്ലോക്കും കഴിഞ്ഞ് ഞങ്ങൾ മാഹിയിലെത്തി. മാഹിയുടെ പ്രത്യേകത അറിയാലോ. മാഹിയിലെത്തിയപ്പോഴേക്കും നേരം വെളുത്തെങ്കിലും ഇനി എവിടെയെങ്കിലും ഒന്ന് തൽക്കാലം വിശ്രമിക്കണമെന്ന് കരുതി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായിട്ടുള്ള ബീച്ചിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ തൽക്കാലം ടെൻ്റ് അടിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. ഇനി രാവിലെ എഴുതിയിട്ടുള്ള ചായ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. എന്തായാലും ലോങ് യാത്രയ്ക്ക് പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ അടുപ്പും ചെറിയ ചെറിയ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ചായയോ അത്യാവശ്യം നമ്മുടെ വിശപ്പ് മാറ്റാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കടൽക്കരയിൽ വന്നിട്ടുള്ള ഉറക്കവും രാവിലെ എണീറ്റുള്ള ഈ ചായ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടുമായിരുന്നു. വലിയ കഷ്ടപ്പാടൊന്നുമില്ലാണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റി. കാരണം നല്ല കാറ്റുണ്ട്. രാവിലെ തന്നെ കടലിൻ്റെ കാഴ്ചകളും ആസ്വദിച്ച് കടാപ്പുറത്തിരുന്ന് ഒരു ചായ കൂടി. അതായിരുന്നു ഈ യാത്രയുടെ ഹൈലൈറ്റ്. ചായ കൂടി കഴിഞ്ഞിട്ട് എന്തായാലും ഡ്രൈവിംഗ് ബീച്ചിൽ വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നീണ്ടൊരു ഡ്രൈവ് ഞങ്ങളൊന്ന് നടത്തി ഈ കടൽക്കരയിലോട്ട്. അങ്ങനെ യാത്ര നമ്മൾ തുടരുകയാണ് വീണ്ടും. ഇനി ഇവിടുന്ന് നമ്മൾ കാത്തു നിൽക്കുന്ന 2 സുഹൃത്തുക്കളുണ്ട്, അവരെ കാണണം. ഇനി വണ്ടി നേരെ കാസർഗോഡേക്ക്, അതാണ് ഇനി അടുത്ത ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് എത്തി. കാസർഗോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ബേക്കൽ ഫോർട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ ബേക്കൽ ഫോർട്ട് കാണാനുള്ള തീരുമാനം എടുത്ത് ബേക്കൽ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറി വണ്ടി തൽക്കാലം ഒരു സൈഡിൽ ഒതുക്കി. ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ മുതൽ നീണ്ട ഡ്രൈവായിരുന്നു, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനുള്ള സമയം ഞങ്ങൾക്ക് വേണം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബേക്കൽ കോട്ടയുടെ അകത്തേക്ക് ഉള്ള നടത്തം ആരംഭിച്ചു. ഏകദേശം നമ്മുടെ പാലക്കാട് ഫോർട്ടും ഈ ബേക്കൽ കോട്ടയും തമ്മിൽ വലിയ രൂപസാദൃശ്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടിൻ്റെയും സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. നമ്മൾ കയറുന്ന എൻട്രൻസും കടന്നു ചെല്ലുന്ന ഇടവഴികളെല്ലാം തന്നെ ഒരേപോലെ തന്നെയാണ്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയർമാർ ചെയ്യുന്ന സ്ട്രക്ചറെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വലിയ കവാടം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വലിയ പരന്ന പ്രദേശങ്ങളാണ്. ഈ ബേക്കൽ കോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫോർട്ടാണ്. ഏകദേശം 35 ഏക്കറോളം പരന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ഫോർട്ടാണ്. ചുറ്റും കടലും മറ്റ് ജലാശയങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഫോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഇതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട്, കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫോർട്ട് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ആ വലിയ ഉദ്യാനം കടന്ന് ചെല്ലുന്നപ്പോഴേക്കും നമ്മളെ കാത്തു നിന്ന 2 പേരെയും ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റി. ഇവരാണ് നമ്മളെ പറഞ്ഞ 2 ആളുകൾ. ഇനി ഇവരാണ് നമ്മളെ നയിക്കുന്നത്, കാരണം അവരിവിടെയാണ് താമസിക്കുന്നത്, കാസർഗോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാസർഗോഡ് ജില്ലയെക്കുറിച്ചും ഈ ഫോർട്ടിൻ്റെ ചരിത്രത്തിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരുന്ന ഇവരാണ്. താഴേക്ക് ചെന്നാൽ കടലിൻ്റെ ഏറ്റവും നിയറായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ കടലിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. ഈ ബേക്കൽ കോട്ടയുടെ ചരിത്രം പറഞ്ഞാൽ പുരാതന കാദംബ രാജവംശമാണ് കോട്ട നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. 1650 ഹീരിങ്ക വെങ്കപ്പ നായക് എന്ന ഭരണാധികാരിയുടെ കീഴിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടതെന്നാണ് കരുതുന്നത്. പിന്നീടത് ശിവപ്പ നായകാണ് ഇത് പൂർത്തിയാക്കിയത്. ഈ കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം പല രാജാക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് പല കഥകളാണ് ഇതിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു കേൾക്കുന്നത്. കോട്ടയുടെ നിർമ്മാണത്തിന് ശേഷം നിരവധി രാജാക്കന്മാരുടെ കൈവശം ഇത് കൈമാറപ്പെടുകയുണ്ടായി. മൈസൂർ രാജാക്കന്മാർ, ഹൈദരാലി, ടിപ്പു സുൽത്താൻ എന്നിവയുടെ ഭരണത്തിലെല്ലാം ഈ കോട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക താവളമായിട്ടാണ് പ്രവർത്തിച്ചു വന്നത്. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കടലിനോട് ഏറ്റവും ആക്സസ് കിട്ടുന്ന, 3 വശവും കടലിനോട് ആക്സസ് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന നിലയ്ക്കായിരുന്നു ഈ കോട്ടയുടെ പ്രാധാന്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഈ ബേക്കൽ കോട്ട. അതുകൊണ്ട് തന്നെ ഈ ബേക്കൽ കോട്ടയുടെ ചുമരുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും പീരങ്കി തുളകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ഇതൊരു സൈനിക താവളമായതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായിട്ട് നിരവധി പീരങ്കികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചെന്നാൽ ഈ പറഞ്ഞ പീരങ്കികളൊന്നും കാണാൻ പറ്റില്ല. പകരം അത് വച്ചിരുന്ന സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. എന്തായാലും നമ്മൾ കടലിൽ കാണാനായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും ഇവിടെ നിന്ന് ഈ കടലിൻ്റെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ട് തന്നെ തിരയും വളരെ കൂടുതലാണ്. ഈ കാണുന്ന വലിയ കിണർ, അതിനകത്തേക്ക് കൽപ്പടകൾ നീട്ടിക്കെട്ടിയിട്ടുണ്ട്. ഈ കിണറിനടിയിൽ രഹസ്യ തുരങ്കങ്ങളുണ്ടെന്നും അത് മറ്റൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കോട്ടയുടെ ആകമാനമുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ട് തിരികെ മടങ്ങുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഇതല്ല, നേരെ മംഗലാപുരം എത്തി അവിടെ നിന്ന് നേരെ ജോഗ് ഫാൾ. ഇതാണ് ഞങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.